2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അഷ്ടമശനിയുടെ എല്ലാ ദോഷവും മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. മരണത്തിൽ നിന്നും ബന്ധു ഇപ്പൊ ICUലോ ഒക്കെ ആണെങ്കിൽ അവര് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആയിട്ട് സാധ്യതയുണ്ട്. അവരുടെ അസുഖങ്ങളെല്ലാം ഭേദമാകുന്നു. ഈശ്വരാധീന കുറവ് ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. ദൈവാധീനം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, കൃപാകടാക്ഷങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുന്നു. ദാമ്പത്യപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നു. വഴക്കും തർക്കങ്ങളെല്ലാം തീർന്ന് അവർ പിരിയാൻ തീരുമാനിച്ചവരാണെങ്കിൽ അവര് ഒന്നിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. ഒരു പരിധി വരെ പാഴ്ചെലവുകളും നഷ്ടങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നു. പൂര നക്ഷത്രക്കാർക്ക് ഈ സമയം ഒരു പ്രവാസി ജീവിതമാണ് കാണാൻ സാധിക്കുന്നത്. ചിലർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേരുദോഷങ്ങൾ, അപവാദങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചൊരു മാറ്റം വരുന്നു. രോഗാരിഷ്ടതകൾ മാറി സുഖം പ്രാപിക്കുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള കാലതാമസം ഒഴിവാക്കപ്പെടുന്നു. സൽക്കർമ്മങ്ങളൊന്നും ഫലിക്കാതിരുന്ന അവസ്ഥ മാറി അതൊക്കെ എല്ലാം ഫലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. പ്രാർത്ഥനകളും പൂജകളൊന്നും മുടക്കരുത്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ചെറിയൊരു സാധ്യത കാണുന്നുണ്ട്. ആരോട് സംസാരിച്ചാലും വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാനായിട്ട്. ജോലി സ്ഥലത്തായിരുന്നാലും വളരെ സൗമ്യമായി വേണം എല്ലാവരോടും ഇടപെടാൻ. ബന്ധുക്കളോടും മിത്രങ്ങളോടും കലഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നു. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. അഗ്നിയിൽ നിന്നും ഭയം ഉണ്ടാകാം. ആയതിനാൽ അഗ്നിയെയും ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഈ പൂര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 17 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കുടുംബ സ്വത്ത് ഭാഗം വെച്ച് കിട്ടുന്നതിലേക്ക് വേണ്ടി ഒരു യോഗം കാണുന്നുണ്ട്. അത് ചിലപ്പോൾ വീടായിട്ട് കിട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഭൂമിയായിട്ട് കിട്ടുന്നതിനും ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പൈസയായിട്ടും കിട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാനോ ഫ്ലാറ്റ് വാങ്ങാനോ ഒക്കെ ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അതുപോലെ ഒരുവിധം സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും ബാല്യകാലമൊക്കെ എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചില രോഗങ്ങളൊക്കെ ചില്ലറ രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഗുരുതരമൊന്നും ആകുന്ന അസുഖങ്ങളൊന്നും കാണുന്നില്ല. വിദ്യാഭ്യാസം തുടർന്ന് നല്ല രീതിയിൽ തുടരാൻ സാധിക്കുന്നു, ആരംഭിക്കാൻ സാധിക്കുന്നു. അതുപോലെ തുടർന്ന് പോകുന്നതിനും പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ഇതിലെ ചില കുട്ടികൾക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ ചിത്രരചനയിലും മറ്റുള്ള കലാ രംഗങ്ങളിലും ഒക്കെ ഡാൻസിലായിരുന്നാലും അഭിനയത്തിലായിരുന്നാലൊക്കെ പാട്ട് പാടുന്നതിലൊക്കെ ഒരു കഴിവ് പ്രകടിപ്പിക്കുന്ന ഈ കൊച്ചുങ്ങളെ അവരെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ അവർക്ക് പല രീതിയിലും കുടുംബത്തിലൊരു ഐശ്വര്യങ്ങൾ വരുന്ന ഒരു ഭാഗ്യം, ഒരു ഐശ്വര്യങ്ങൾ വരുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ അപൂർവം ചില പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ചെറിയ ഒരു ക്ലേശങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. അപ്പൊ കുറച്ചൊന്ന് സാമ്പത്തിക അച്ചടക്കം ആ വീട്ടുകാരും ഈ കുട്ടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നേരെയാകാവുന്നതേ ഉള്ളൂ. ചില പ്രത്യേക സാഹചര്യത്തിൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ വിരോധം വരുന്നതിന് സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുന്നതെല്ലാം ഒഴിവാക്കി പോവുകയായിരിക്കും നല്ലത്. അതുപോലെ സർക്കാരിൽ നിന്നും മറ്റു അധികാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള പ്രതികൂലമായ ചില നടപടികൾ ഉണ്ടാവാം. നോട്ടീസുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ ചിലരാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടെ സ്ഥിരതാമസമാക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. എന്തായിരുന്നാലും വിദ്യാഭ്യാസത്തിന് വലിയ പ്രശ്നം വരാതെ തുടർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ ചിലർക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കുട്ടിക്ക് തൊഴിൽ ലഭിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചിലരാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നതിനാൽ അങ്ങനെ അവർക്ക് പോകാൻ സാധിക്കുന്നു. ചിലർക്ക് വിദേശ പഠനമാണ് ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി വിദേശ പഠനത്തിലേക്ക് പോകുന്നതിനും അവർക്ക് സാധിക്കുന്നുണ്ട്. ചിലർ പ്രത്യേക സാങ്കേതികപരമായിട്ടുള്ള പ്രത്യേക വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്പേസ് ടെക്നോളജി അങ്ങനെയൊക്കെ പോകുന്നതായിട്ടും കാണുന്നുണ്ട്.
23 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ഇതില് ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് ഉയർന്ന തസ്തികയിൽ തന്നെ മികച്ച ജോലി അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ് ഈ പൂരം നക്ഷത്രക്കാർക്ക്. ഈ സമയം ധനസമ്പാദനം നടത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഉത്തമമായ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിനും അവർക്ക് യോഗം കാണുന്നുണ്ട്. ചിലർക്ക് ചില പ്രത്യേക സാങ്കേതിക വിദ്യയിൽ മികച്ച പരിശീലനം ലഭിക്കുന്നതിനാൽ അവർക്ക് പ്രത്യേകമായ ചില ജോലികൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദാഹരണമായി ബഹിരാകാശ സംബന്ധമായ പഠനത്തിൽ അവർക്ക് അറിവ് നേടാനും അതുവഴി അവർക്ക് പല രീതിയിൽ നല്ല നല്ല ഇത് സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. നാസ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാം. ഇതൊക്കെ ഒരുവിധം നല്ലൊരു കാലഘട്ടമാകുന്നത്. ഉപജീവനം നല്ല രീതിയിൽ പോകുന്ന ഒരു സമയവും കൂടിയാണ്. ചിലർക്ക് അപൂർവം ചിലർക്ക് വാദസംബന്ധമായ ഒരു അസുഖം വരുന്നതിന് സാധ്യതയുണ്ട്. കാരണം ഈ പല രീതിയിലുള്ള വാദമുണ്ട്. അങ്ങനെയൊക്കെ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന് ഉത്തമമായ ചികിത്സ ലഭിക്കും. വൈദ്യസഹായം തേടിയാൽ അത് മാറാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇഷ്ടവാഹനം എന്നിവ അവർക്ക് വാങ്ങുന്നതിനും ഇഷ്ടപ്പെട്ട വീട് അവർക്ക് വാങ്ങുന്നതിനൊക്കെ അവർക്ക് യോഗം ഈ സമയം കാണുന്നുണ്ട്. അത് മാത്രമല്ല ഇഷ്ടപ്പെട്ട ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും ഒപ്പം സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും അവർക്ക് ഭാഗ്യം കാണുന്നുണ്ട്. 33 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ചതി വഞ്ചന മുതലായവ നിങ്ങളെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ആരെങ്കിലും ചതിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും സാധ്യതയുള്ളതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഓഫീസിലായിരുന്നാലും സ്വന്തം സംരംഭം നടത്തുന്നവരായിരുന്നാലും വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെ കൂടിയുള്ളവർ നിങ്ങളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അസുഖങ്ങൾ ഏതെങ്കിലും വന്നാൽ തന്നെയും ഉടനെ തന്നെ വൈദ്യസഹായം തേടുന്നത് ഈ സമയം നല്ലതായിരിക്കും. കാരണം ചില സമയം നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഈ ചെറിയ അസുഖം ഗുരുതരമാകാൻ സാധ്യത കാണുന്നതിനാൽ വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. സർക്കാരിൽ നിന്നും ചില അധികാര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. തീ മൂലമോ ഇടിമിന്നൽ മൂലമോ ഒക്കെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിലും പ്രത്യേകം ഒരു ശ്രദ്ധ നിങ്ങളുടെ സംരംഭത്തിലായിരുന്നാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായിരുന്നാലും പ്രത്യേകം ഒരു ശ്രദ്ധ നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ചിലരുമായി ഇടപെടുമ്പോൾ അല്പം ഒരു അകലം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു വിവേചന ബുദ്ധി സ്വീകരിക്കുന്നത് പിന്നീട് വരാൻ പോകുന്ന ആപത്തുകളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപകടങ്ങളെയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ബന്ധുക്കളെ കൊണ്ട് ഈ സമയം പല ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ അസുഖങ്ങൾ വരുമെങ്കിലും അതെല്ലാം ചികിത്സയിലൂടെ ഭേദമാക്കാൻ സാധിക്കും. ഒന്നും ഗുരുതരമായിട്ട് വരുന്നില്ല ഈ അവസാന സമയങ്ങളിലൊക്കെ. ഈ കാലഘട്ടത്തിന്റെ 40 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള കാലത്ത് ആ കാലഘട്ടത്ത് പൂരം നക്ഷത്രക്കാർക്ക് മോശമായ ചില ധനകാര്യ സ്ഥാപനങ്ങളിൽ നിർബന്ധപൂർവം നിക്ഷേപിക്കാൻ ചില സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏത് സമ്പാദ്യ പദ്ധതി ആയിരുന്നാലും അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ട് അതിന്റെ പൂർവ്വ ചരിത്രങ്ങൾ പഠിച്ചതിന് ശേഷം വേണം നിക്ഷേപിക്കാൻ. അല്ലെങ്കിൽ വലിയ ഒരു സാമ്പത്തിക നഷ്ടം നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതുപോലെ സാമ്പത്തികമായി ചെലവ് വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ആയതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ വലിയ രീതിയിൽ ഉള്ള ഒരു എമൗണ്ട്, ഒരു പണം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കരുത്. ചെറിയ രീതിയിലുള്ള ഒരു എമൗണ്ടേ കൊടുക്കാവൂ. കാരണം അത് നിങ്ങൾ കൊടുത്താൽ ഈ കാലഘട്ടത്തിൽ അത് ഒരിക്കലും തിരിച്ചു കിട്ടുന്ന ഒരു സമയമായിട്ട് കാണുന്നില്ല. അതുപോലെ വസ്തുവകകൾ, കമ്പനി എന്നിവ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ സർവേ നമ്പറുകളും അതിന്റെ പട്ടയ നമ്പറുകളും ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് ഒരു ലീഗൽ അഡ്വൈസറുടെ, ഒരു സിവിൽ ലീഗൽ അഡ്വൈസറുടെ സേവനം നിങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം ഇത് നിങ്ങൾ ചെയ്യുവാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പൈസ ചിലവാകുമെങ്കിലും നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു ചാടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പല പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അന്യദേശത്തേക്ക് യാത്ര ചെയ്യാനും നിങ്ങൾക്കൊരു യോഗമുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടായിരിക്കാം വരിക. ദമ്പതിമാർ തമ്മിൽ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും കുറച്ച് അകന്ന് താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചിലരാണെങ്കിൽ പിണങ്ങി താമസിക്കുന്നതല്ല, ജോലി സംബന്ധമായിട്ട് അകന്ന് താമസിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു ചെറിയ സെപ്പറേഷൻ ഈ സമയം കാണുന്നുണ്ട്.
ചില രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിലപ്പെട്ട രേഖകൾ മോഷണം പോകാനോ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് നഷ്ടപ്പെടാനോ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കൃഷി കാര്യങ്ങളുള്ള തോട്ടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ ചെറിയൊരു മന്നിപ്പ് വരാൻ സാധ്യതയുണ്ട്. കൃഷിയിലൊക്കെ ഒരു മന്നിപ്പ് വന്നേക്കാം. 58 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ഇത്തരം അവർക്ക് സ്വന്തമായി ബിസിനസ്സോ മറ്റോ ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമായ ഒരു സമയമാണ്. അവർക്ക് ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സമ്പാദിക്കാനും സാധിക്കുന്നു. പുതിയതായി ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യമല്ല, നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏത് തൊഴിലായിരുന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഇത്രയും നാള് അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ അവർക്ക് വീടും ഭൂമിയും ഒക്കെ ഈ സമയത്തും അവർക്ക് നേരത്തെ അവർക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സമയവും അവർക്ക് സമയം അനുവദിക്കുന്നുണ്ട്. അതുപോലെ നിക്ഷേപങ്ങളിൽ നല്ല രീതിയിൽ നിക്ഷേപം നടത്തുന്നതിന് സാധിക്കുന്നു. വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നതിന് ചില രോഗങ്ങളൊക്കെ വരുമെങ്കിലും നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാകുന്നതിന് അതെല്ലാം പെട്ടെന്ന് തന്നെ ഭേദമായി പോകുന്നു. കുറച്ച് ധനം ചെലവ് ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാലും ഐശ്വര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരുന്നതായിട്ട് കാണുന്നില്ല. 74 വയസ്സിന് മുകളിലോട്ടുള്ള പൂരം നക്ഷത്രക്കാർക്ക് അവർക്ക് ഈ സമയം ചിലർക്കൊന്ന് വിദേശ യാത്രയാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് സമൂഹത്തിൽ നിന്ന് ചില അംഗീകാരങ്ങളും ഒക്കെ അവാർഡുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഒരു സാധ്യതയുണ്ട്. ബഹുമതിയൊക്കെ ലഭിച്ചേക്കാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ടും ചില പൂരം നക്ഷത്രക്കാർക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവിതങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ യാതൊരുവിധ ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടാണ്ടിരിക്കുക. അതുപോലെ സർക്കാരിൽ നിന്ന് ഈ സമയം നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാർഷിക മേഖലയിൽ തോട്ടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. കണ്ണിനും വയറ്റിലും ഒക്കെ ചില രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ളതും അതുപോലെ തന്നെ ചിലർക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെ വലുതായിട്ട് കാണുന്നില്ല. ഇനി ഈ സെപ്റ്റംബർ മാസത്തില് സൂര്യനും ബുധനും കേതുവും കൂടി ചിങ്ങരാശിയില് യോഗം ചെയ്ത് വരുന്നത് മൂലം ഇതിന് സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. അതായത് ഗുണവും ദോഷവുമായിട്ടുള്ള ഫലങ്ങളാണ് ഓരോരുത്തർക്കും ലഭിക്കുക. ഈ യോഗത്തിനെ ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ്സിലെ പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതില് ആദ്യമൊക്കെ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിൽ ആ തടസ്സങ്ങളെ നിങ്ങൾ അവഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു വിജയം, വൻ വിജയം നേടാൻ നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ്. വാദം, പിത്തം, കഫം മുതലായവയുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലം ചില രോഗങ്ങളും ശരീരത്തിന് ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കുമല്ല, എല്ലാ പറയുന്നത് ചിലർക്കാണ് മാനസിക സംഘർഷം ഉണ്ടാകുക. ഇപ്പൊ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ചെറിയ രീതിയിൽ കൂടുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നാഡീവ്യൂഹവുമായി ബന്ധമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇപ്പം ഓർമ്മക്കുറവുണ്ടാകാം, ഉറക്കക്കുറവുണ്ടാകാം, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ കൂടുതലുണ്ടാകാം. അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പ്രതാപവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ കേതുവിന്റെ സ്വാധീനം ഈ ചിന്തകളെയും ഈഗോയെയൊക്കെ ഉൾവലിയിക്കുന്നതിന് കാരണമാകുന്നു. സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുമ്പോൾ സമൂഹത്തിന് അംഗീകാരവും അധികാരവും നേതൃത്വവും ഒക്കെ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സൂര്യനും കേതുവും കൂടി ഒരു രാശിയിൽ യോഗം ചെയ്യുന്നതിനാല് ലൗകിക സുഖങ്ങളില് അധികം മുഴുകാതെ അതിൽ നിന്ന് മാറി ഭക്തിമാർഗത്തിൽ, അതായത് ആത്മീയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. അതുപോലെ ബുധനും കേതുവിനോട് ചേരുമ്പോൾ വിശകലന ശേഷി കൂടുന്നു. അത് ഒരു കണക്കിന് നല്ലതാണ്, ഒരു കണക്കിന് ഇത്തിരി മോശമായിട്ടാണ് വരുന്നത്. കാരണം ചില സമയം ഈ ആശയവിനിമയങ്ങളിൽ കൂടുതൽ വിശകലനം ചെയ്ത് സൂക്ഷ്മമായി പരിശോധന നടത്തുമ്പോൾ തെറ്റിദ്ധാരണ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അത് ആകെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. ഇതുമൂലം ചില ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വരുന്നതിന് സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഉള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.